ഓക്കെ, ഇനി നമ്മൾ എൻ ചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു അല്ലെ. ഇനി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് IDS വേഴ്സസ് VGS ആണ്. എപ്പോഴും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ IDSും VGSും തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്കറിയാം മിനിമം ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് കൊടുത്താലേ ഡിവൈസ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുള്ളൂ അല്ലെ. മിനിമം ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് കൊടുത്താലേ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുള്ളൂ. പിന്നീട് VGS കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ, മാഗ്നിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് എൻ ചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ ശ്രദ്ധിക്കുക, VGS1 ഒരു 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇതൊരു 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. 1 വോൾട്ടിന്റെ കറസ്പോണ്ടിങ് ഡ്രെയിൻ ടു IDS ഡ്രെയിൻ കറന്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ. മാക്സിമം കിട്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്. ഓക്കെ, VGS2 ഒരു 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. VGS2 ഒരു 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ VGS2ന് കിട്ടാവുന്ന മാക്സിമം ഡ്രെയിൻ കറന്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. മാക്സിമം ഡ്രെയിൻ കറന്റ് അല്ലെ. സാച്ചുറേഷൻ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഇത്രയും കറണ്ടേ കിട്ടുള്ളൂ. പിന്നീട് ബ്രേക്ക് ഡൗണിലോട്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ കൂടും, പക്ഷെ നമ്മൾ ബ്രേക്ക് ഡൗൺ റീജിയനോട്ട് കൊണ്ടുപോകില്ല. ഇനി 3 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ VGS വീണ്ടും ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ഡ്രെയിൻ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. ഓക്കെ, അപ്പോ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിനനുസരിച്ചാണ് ഡ്രെയിൻ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിനനുസരിച്ചാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രെയിൻ ടു സോഴ്സ് കറന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. VDS കൊടുത്താലാണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുള്ളൂ. VDS ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കട്ട് ഓഫിൽ നിന്ന് അല്ലെങ്കിൽ ഓമിക് റീജിയനിൽ നിന്ന് സാച്ചുറേഷൻ റീജിയനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ ചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ എൻ ചാനൽ ഡിപ്ലീഷൻ ടൈപ്പിന്റെയും നിങ്ങൾ അറിയണം, പി ചാനൽ എൻഹാൻസ്മെന്റും അറിയണം, പി ചാനൽ ഡിപ്ലീഷന്റെ അറിയണം. അറ്റ്ലീസ്റ്റ് അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക. മറ്റേ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് അക്യുമുലേഷൻ റീജിയൻ, എന്താണ് ഡിപ്ലീഷൻ റീജിയൻ, ഏതിന്റെ? മോസ്ഫെറ്റിന്റെ. എന്താണ് ഇൻവേർഷൻ ലെയർ? ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ ഓൾ ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, ഗ്രാഫ് വരച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ വരച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വരച്ചെടുക്കാം. ഇനി ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, ഒരു എൻഹാൻസ്മെന്റ് മോഡ് PMOS. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു PMOSന്റെ ഗ്രാഫ് വരയ്ക്കാൻ എന്തോ കേട്ടോ. ക്വസ്റ്റ്യൻ ഓർക്കണില്ല, അപ്പൊ അതറിയണം. ഇപ്പൊ എൻഹാൻസ്മെന്റ് മോഡ് PMOS ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ മാത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ PMOS മോസ്ഫെറ്റ് PMOS ആണെങ്കിൽ ഈ ഡിഫ്യൂഷൻ ചെയ്തിരിക്കുന്ന റീജിയൻ ആയിരിക്കും P റീജിയൻ. നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മറ്റൊരു പേരാണ് ബൾക്ക്. ബൾക്ക് എന്ന് വിളിച്ചാലും സെയിം ആണ്. ഓക്കെ, ബൾക്ക് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്പ് ചെയ്ത N ടൈപ്പ് സബ്സ്ട്രേറ്റ് ആയിരിക്കും. PMOS എന്ന് പറയുമ്പോൾ മോസ്ഫെറ്റിന്റെ സബ്സ്ട്രേറ്റ് N ടൈപ്പ് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് അവിടെ PMOS എന്ന് വിളിക്കാൻ കാരണം, നമ്മുടെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതും P റീജിയൻ ആണ്, ഡ്രെയിനിലോട്ട് കണക്ട് ചെയ്യുന്നതും P റീജിയൻ ആണ്. ഇവിടെ ഇൻ ഫ്യൂച്ചർ അവിടെ ഒരു ചാനൽ ഫോം ചെയ്യും അല്ലെ. ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു ചാനൽ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന ചാനലും P ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് P മോസ്ഫെറ്റ്. അപ്പൊ കണ്ടക്ഷൻ ഹോൾസ് ആണ്, ഹോൾസിന്റെ കണ്ടക്ഷൻ ആണ്. N മോസ് എന്ന് പറയുമ്പോൾ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ അവിടെ കണ്ടക്ഷൻ നടത്തുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. N മോസില് കണ്ടക്ഷൻ നടത്തുന്നത് ഇലക്ട്രോൺസ് ആണ്. P മോസില് കണ്ടക്ഷൻ നടത്തുന്നത് ഹോൾസ് ആണ്. അപ്പൊ അതിന്റെ സബ്സ്ട്രേറ്റ് എങ്ങനെയിരിക്കും? N ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു. ഈ P മോസ്ഫെറ്റിൽ നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നത് എന്താണ് പറഞ്ഞത്? നെഗറ്റീവ് ആവണമെന്നാണ് പറഞ്ഞത് അല്ലെ. എന്തുകൊണ്ടാണ് നോക്കുക, ഇവിടെ നമ്മുടെ N ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് അല്ലെ. ഇത് നമ്മുടെ N ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്. ഇത് ഇൻസുലേഷൻ ലെയർ ആണ്. ഈ ലെയർ ഇൻസുലേഷൻ ലെയർ ആണ്. ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെയർ ആണ്. ഇത് നമ്മുടെ ഗേറ്റ്.
പോളിസിലിക്കണിൽ നിന്ന് ഗേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗേറ്റ് ഉണ്ട്, ഒരു മെറ്റൽ ആണ്, ഇവിടെ ഇൻസുലേഷൻ ലെയർ ഉണ്ട്, ഇവിടെയും ഒരു മെറ്റൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ റീജിയൻ ആണ്. സോ ഇറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഇറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ. ഇനി നമ്മൾ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, PMOS ആണ് കേട്ടോ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. NMOSന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് PMOS. അവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കണമെന്ന് വെച്ചാൽ PMOSന്റെ കേസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അവിടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫേസിൽ മാത്രം ചേഞ്ച് ആണ് ഗ്രാഫിൽ വരാം. ഓക്കെ, അപ്പൊ NMOS വെച്ചാലും PMOS വെച്ചാലും എഴുതാൻ കഴിയണം, വരയ്ക്കാനും കഴിയണം കേട്ടോ, ഗ്രാഫ് ആണെങ്കിലും. അപ്പൊ അതാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ, ഇവിടെ P MOSFET ആണ്. അപ്പൊ നമ്മളിവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇത് ഓൾറെഡി N ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്. ഈ N ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ അകത്ത് മെജോറിറ്റി ഉള്ളത് ഇലക്ട്രോൺസ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ആണ് നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുക. പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുക. പക്ഷെ നമുക്കറിയാം ഇവിടെ ഹോൾസ് ആണ്, ഇവിടെ ഹോൾസ് ആണ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫ്ലോ ഇല്ല അല്ലെ. ഇവിടെ പി ടൈപ്പ് മെറ്റീരിയൽ അല്ലേ, അപ്പൊ ഇത് ഇവിടെ ഹോൾസും ഇവിടെയും ഹോൾസ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് വന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. സോ ഈ റീജിയൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ അക്യൂമുലേഷൻ എന്ന് പറയുന്നത്. അക്യൂമുലേഷൻ എഴുതിയെടുക്കുക കേട്ടോ, ഇവിടുന്ന് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. അക്യൂമുലേഷൻ എന്ന് പറയുമ്പോൾ സബ്സ്ട്രേറ്റിലത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്താണോ അത് തന്നെ അക്യൂമുലേറ്റ് ചെയ്ത് വരാം. കാരണം നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവ് അട്രാക്ട് ചെയ്യുന്നത് ആരെയാണ്? നെഗറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവിന്റെ അട്രാക്ഷൻ നെഗറ്റീവിനെയാണ്. അപ്പൊ നമുക്ക് ചാനൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വോൾട്ടേജ് കൊടുക്കണം? ചാനൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ്, ഇവിടെയും ഹോൾസ്, ഇവിടെ എന്ത് വരണം? ഹോൾസ് വരണം അല്ലെ. ഒരു ചാനൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ വരേണ്ടത് ഹോൾസ് ആണ്. ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ അക്യൂമുലേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ സെയിം കാരിയേഴ്സ് തന്നെ അക്യൂമുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ചാനൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ വരേണ്ടത് ഹോൾസ് ആണ്. അപ്പൊ ഹോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ആണ് ഹോൾസ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വോൾട്ടേജ് കൊടുക്കണം? ഹോൾസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ്, അതായത് VGS നെഗറ്റീവ് അപ്ലൈ ചെയ്യുക. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇനഫ് നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. ദാറ്റ് മീൻസ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടിയ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ഈ N ടൈപ്പ് സബ്സ്ട്രേറ്റിലെ ഹോൾസ് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതെന്തായി? ഈ ലെയറിന് നമ്മൾ എന്ത് വിളിക്കും? ഇൻവേർഷൻ ലെയർ എന്നാണ് വിളിക്കുക. ഇൻവേർഷൻ. ഈ വാട്ട് ഈസ് ഇൻവേർഷൻ ലെയർ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, എഴുതാൻ അറിയണം. ഡിപ്ലീഷൻ ലെയർ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം. അക്യൂമുലേഷൻ ലെയർ ഏതാണെന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണം. അപ്പോൾ N ടൈപ്പ് സബ്സ്ട്രേറ്റിൽ മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന കാരണം ഇതിനുള്ളിലെ ഹോൾസ്, മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് മാക്സിമം ഇങ്ങോട്ടേക്ക് അക്യൂമുലേറ്റ് ചെയ്ത് വരും. അപ്പൊ ഈ ലെയർ ഇൻവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് N ടൈപ്പ് ആണ്, ബട്ട് ഇറ്റ് ആക്ട് ആസ് എ P ലെയർ. That's why it is known as inversion layer. Okay. Okay, P channel MOSFET ന്റെ ഗ്രാഫ് ആണിത്. കാണുമ്പോ പേടിയാവണ്ട. കഴിഞ്ഞ തവണ ഞാൻ തോന്നുന്നുണ്ട് P channel MOSFET ന്റെ ID കർവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, VI ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എല്ലാവരും N ചാനലിന്റെ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇതിപ്പോ ഇത് ID, ഇത് V, കംപ്ലീറ്റ് എഴുതണില്ല കേട്ടോ. ഇത് VGS അല്ലെ, ഇത് VDS, this one 1 volt, 2 volt, 3 volt. ഇപ്പൊ എല്ലാരും ഇത് പഠിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. N ചാനൽ MOSFET ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്.
ഐഡിയസ് വേഴ്സസ് VDS ഗ്രാഫ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇവിടെ സാച്ചുറേഷൻ റീജിയൻ, ഇവിടെ ലീനിയർ റീജിയൻ. പക്ഷെ പി ചാനൽ മോസ്ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചപ്പോൾ ആർക്കും എഴുതാൻ പറ്റിയില്ല. അപ്പൊ ചില ആൾക്കാർ ബുദ്ധിപരമായി തന്നെ വരച്ചു വെച്ചു. ശ്രദ്ധിക്കാം, ഇവിടെ നമുക്കറിയാം ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്താ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നെഗറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാലേ ഒരു ചാനൽ ക്രിയേറ്റ് ആവുള്ളൂ അല്ലെ. അപ്പോ പി ചാനൽ എന്ന് പറയുമ്പോൾ എൻ ചാനലിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ VDS പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ VDS നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഇവിടെ ID പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ IDയുടെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ VGS +1 കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ്, കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. +2 കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. +3 കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇതാണ് അല്ലെ. മാഗ്നിറ്റ്യൂഡ് കൂടി വരും, കറന്റിന്റെ വാല്യൂ കൂടി വരും. ഇവിടെയും നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് നോക്കി നോക്കൂ. മാഗ്നിറ്റ്യൂഡ് കൂടുന്തോറും VGS കൂടുന്തോറും കറന്റ് കൂടി വരും, പക്ഷെ അത് നെഗറ്റീവ് ആണ് മാത്രം. ഓക്കെ, അപ്പൊ എൻ ചാനലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് ഇതാണ്. അവിടുത്തെ VGS VDS I ഒക്കെ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു, ഇവിടെയൊക്കെ നെഗറ്റീവ്. ഗ്രാഫ് നേരെ തിരിഞ്ഞു, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ വരയ്ക്കുക അല്ലെ. PNP ആണെങ്കിൽ നേരെ തിരിച്ചാ വരയ്ക്കുക, എമിറ്ററിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ. അതേപോലെ ഇവിടെയും ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്താലാണ് നമ്മുടെ N ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ അകത്തെ ഹോൾസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹോൾസ് ആർ പോസിറ്റീവ്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഡിപ്ലീഷൻ മോസ്ഫെറ്റിന്റെ അതായത് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ചാനൽ ഉണ്ട്. എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണ് അല്ലെ നമ്മൾ ആദ്യം, എന്നിട്ട് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നത് എൻ ചാനലിനെ പറ്റിയാണ്. ഓക്കെ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആയിരിക്കുന്ന സമയത്ത് അവിടെ ചാനൽ ഇല്ല. അങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് കണ്ടത് അല്ലെ, കൺസ്ട്രക്ഷൻ. എൻ ചാനൽ എന്ന് പറയുമ്പോൾ P സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ P ബൾക്ക്, ഇവിടെ N ഡിഫ്യൂഷൻ, ഇവിടെയും N ഡിഫ്യൂഷൻ അല്ലെ. ഇവിടെയാണ് ഗേറ്റ്. ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ വരയ്ക്കാം, ഇതാണ് ഗേറ്റ്. ഓക്കെ, അപ്പൊ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ അവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റില് ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ഷന്റെ സമയത്ത് ചാനൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, കൺസ്ട്രക്ട് ചെയ്യും. ചാനൽ ഓൾറെഡി ഉണ്ട്, N ടൈപ്പ് ചാനൽ ഓൾറെഡി ഉണ്ട്. അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ പോലും അവിടെ ചാനൽ ഓൾറെഡി ഉണ്ട്. സോ VDS നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ IDSS എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, VGS 0 ആണെങ്കിൽ കൂടി അവിടെ ഓൾറെഡി ചാനൽ ഫോം ചെയ്ത്, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ചാനലും കൺസ്ട്രക്ട് ചെയ്യും. സോ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോനെയാണ് IDSS എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കറണ്ട് ഫ്ലോ IDS കൂട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? ചാനലിന്റെ വിഡ്ത് കൂട്ടണം. ചാനലിന്റെ വിഡ്ത് കൂട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് മോർ പോസിറ്റീവ് ആക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഈ P സബ്സ്ട്രേറ്റിലത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഈ ചാനലിലെ വിഡ്ത് കൂടി വരും. അങ്ങനെ വിഡ്ത് കൂടി വരുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് VGS 2 വോൾട്ട് ആയപ്പോ കറണ്ട് കൂടി, 4 വോൾട്ട് ആയപ്പോ പിന്നെയും കറണ്ട് കൂടി. അതായത് VGS മോർ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻഹാൻസ്മെന്റ് മോഡായിട്ട് പ്രവർത്തിക്കും. എൻഹാൻസ്മെന്റ് എഴുതിക്കൊള്ളൂട്ട, എൻഹാൻസ്മെന്റ് മോഡായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ഇനി നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് കൊടുക്കാന്ന് വിചാരിക്കുക. നെഗറ്റീവ് കൊടുത്ത് എന്ത് സംഭവിക്കും? ഈ P സബ്സ്ട്രേറ്റിലത്തെ ഹോൾസ് ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഓൾറെഡി ചാനൽ ഉണ്ട്. അവിടുത്തെ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്തിട്ട് ഹോൾസിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അല്ലെ. നെഗറ്റീവ് ഓൾവേസ് അട്രാക്ട്സ് പോസിറ്റീവ്. പോസിറ്റീവ് ഹോൾസിനെയാണ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ ഹോൾസ് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്.
ഹോൾസ് ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ വരും ഗേറ്റിന്റെ അടുത്തേക്ക്. ഇതിലത്തെ ഇലക്ട്രോൺസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കറണ്ട് ഫ്ലോ കുറയും. അങ്ങനെ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അവസാനം ഇവിടുത്തെ ചാനൽ ഡിപ്ലീറ്റഡ് ആവും, ചാനൽ പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെയാണ് നമ്മുടെ പിഞ്ച് ഓഫ് റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പൊ മോർ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അവസാനം എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ നിൽക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഡിപ്ലീഷൻ മോഡ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പോർഷൻ ആണ് നമ്മൾ ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുന്നത്. ഈ പോർഷൻ ആണ് നമ്മൾ എൻഹാൻസ്മെന്റ് മോഡ് എന്ന് പറയുന്നത്. ഇത് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന്റെ പ്രവർത്തനമാണ്. ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എൻഹാൻസ്മെന്റ് മോഡിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും, ഡിപ്ലീഷൻ മോഡിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. എൻഹാൻസ്മെന്റ് മോഡിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ മോർ VGS. Okay, so drain to source current will be increase. If we decrease VGS, what will happen? Finally it will reach us to cutoff region. Okay, കൂടുതൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത്രയും മോർ എക്സ്പ്ലനേഷനോട്ട് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഗ്രാഫ് മനസ്സിലാക്കാനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തന്നത് കേട്ടോ.